ഹലോ, ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്കാണ്. വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അതിന് ഇളം ചൂടുള്ള പാലെടുത്ത് അതിലേക്ക് വിനീഗർ ഒഴിക്കണം. 100 ഗ്രാം പാലിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗർ എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത്. പാലിലേക്ക് വിനീഗർ ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ബട്ടർ, മൈദ, കൊക്കോ പൗഡർ, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബട്ടർ മിൽക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. പിന്നെ പൗഡേർഡ് ഷുഗർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, എഗ്ഗ്, വാനില എസൻസ്, റെഡ് കളർ. ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ നല്ല ബീറ്റ് ആയതിനു ശേഷം നമുക്ക് പൗഡേർഡ് ഷുഗർ ഇട്ട് നല്ലവണ്ണം വീണ്ടും ബീറ്റ് ചെയ്യണം. വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണേ. കേക്കിൻ്റെ ഫില്ലിങ് ഞാനിതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം മാത്രമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമും ക്രീം ചീസും, അതാണ് നല്ല കോമ്പിനേഷൻ, അതും കൂടി ചെയ്യാം. ബട്ടറും ഷുഗറും നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട ഇട്ടതിന് ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി നമ്മൾ തരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കൊക്കോ പൗഡർ വേണമെങ്കിൽ മൈദയുടെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. കൊക്കോ പൗഡർ ഇട്ടിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. ഇനി ബട്ടർ മിൽക്കിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. കളർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുഡ് കളറിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിരിക്കും. എനിക്കിതിലൊരു 1/2 ടേബിൾ സ്പൂണേ ചേർക്കേണ്ടി വന്നിട്ടുള്ളൂ. കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെയും ബട്ടർ മിൽക്ക്, പിന്നെ മൈദ, അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് നമുക്കത് തീർന്നവരെ ഇട്ട് കൊടുക്കാം. ബീറ്ററിൻ്റെ സ്പീഡ് 1-ലിട്ടിട്ടേ ചെയ്യാവൂ. അതിനുശേഷം നമുക്ക് സ്പാറ്റില യൂസ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായി ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ഞാനൊരു 6 ഇഞ്ച് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 450 ഗ്രാമേ വരൂ. നിങ്ങൾക്ക് 1 kg ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുത്ത് ചെയ്യാം. അപ്പോൾ 8 ഇഞ്ച് ടിന്ന് യൂസ് ചെയ്താൽ മതി. എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കതിൽ എയർ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് നമുക്ക് ഓവനിലോട്ട് കയറ്റാം. നമുക്ക് 160 ഡിഗ്രിയിൽ ഒരു 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് കൂളിംഗ് റാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചെറുതായി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കത് കമഴ്ത്തിയിട്ട് കൊടുക്കാം. കമഴ്ത്തിയിട്ട് അതിൻ്റെ ബാക്കിലെ ബട്ടർ പേപ്പർ ഊരിയെടുക്കാം. നല്ല കൂളായി കഴിയുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാതെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ. കേക്ക് നല്ല സോഫ്റ്റാണ്, പിന്നെ നല്ല ബട്ടറി ടേസ്റ്റുമാണ് വരുന്നത്. ഈ വാലൻറ്റൈൻസ് ഡേക്ക് ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു.